Hello, my dear students. Today's class we are exploring one of the modernist poem, Journey of Magi, written by T.S. Eliot. 20th സെഞ്ചുറിയിലെ മോഡേണിസ്റ്റ് പോയറ്റായ ടി എസ് എലിയറ്റിൻ്റെ വളരെ അലിഗോറിക്കലായിട്ടുള്ള ഒരുപാട് സിംബോളിക്കൽ മീനിങ്സ് നിറഞ്ഞിട്ടുള്ള ബിബ്ലിക്കൽ തീംസ് വന്നിട്ടുള്ള ഒരു പോയമാണ് ജേർണി ഓഫ് ദ മജാൻ. ഇതിലേക്ക് വരുമ്പോൾ പോയിറ്റിന്റെ ഒരു റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. 3 പണ്ഡിതന്മാർ ജെറുസലേമിലേക്ക് ഉണ്ണിയേശുവിനെ കാണാനായി പോകുന്ന തീമാണ് ഇതിൻ്റെ അകത്തേക്ക് അവതരിപ്പിക്കുന്നത്. അവർ പോകുന്ന വഴികളിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പല യാതനകളും, ആ ഒരു യാത്രയിൽ ഒരു വേള അവർ പിന്നിലേക്ക് തിരിച്ച് സഞ്ചരിച്ച് അവരുടെ സുഖപ്രദമായ അവസ്ഥയിലേക്ക് തിരികെ പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നതും, പിന്നീട് എന്നിരുന്നാലും എത്രയൊക്കെ ഹാർഡ്ഷിപ്സ് ഉണ്ടായാലും താങ്കൾ ആഗ്രഹിച്ചെടുത്ത് തന്നെ എത്തിച്ചേരുമെന്നും അവരുടെ ദൃഢനിശ്ചയം നമുക്ക് ഈ ഒരു കവിതയിലൂടെ കാണാൻ സാധിക്കും. സോ നമുക്ക് കവിതയിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് പോയിറ്റിനെ ഒന്ന് പരിചയപ്പെടാം. T.S. Eliot, his full name is തോമസ് സ്റ്റേൺസ് എലിയറ്റ്. ഇദ്ദേഹത്തിന്റെ ടൈം പീരീഡ് 1888 മുതൽ 1965 വരെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 19th സെഞ്ചുറിയുടെ ലേറ്റിലാണ് അദ്ദേഹം ജനിച്ചത്. 20th സെഞ്ചുറിയുടെ മിഡ് 20th സെഞ്ചുറിയിൽ ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്. സെന്റ് ലൂയിസ് മിസോറിയിലാണ് അദ്ദേഹം ജനിച്ചത്. ലേറ്റർ ഹി ബിക്കം എ ബ്രിട്ടീഷ് സിറ്റിസൺ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പെർഫോക്ക്, ദ വേസ്റ്റ് ലാൻഡ്, ഫോർ കോർട്ടേജ്, മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഇതിൻ്റെ അകത്ത് ഈ മർഡർ ഇൻ കത്തീഡ്രൽ എന്ന് പറയുന്നത് ഒരു വേഴ്സ് പ്ലേ ആണ്. അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന ഒരു മോഡേണിസ്റ്റ് ലിറ്റററി മൂവ്മെന്റിന്റെ അധികായകൻ അല്ലെങ്കിൽ വക്താവ് എന്നൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല് നോക്കി കഴിഞ്ഞാൽ ഹീസ് നോൺ ഫോർ ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചർ, യൂസ് ഓഫ് മിത്ത്, റിലീജിയസ് സിംബോളിസം ആൻഡ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ പ്രസന്റിലേക്കും ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ഇങ്ങനെ അടിക്കടി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ് തോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളിലേക്ക് ഒരുപാട് മിത്തോളജി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിലീജിയസ് സിംബോളിസം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റഡ് ആയിരുന്നു. ഒന്നിനും ഒരു പൂർണ്ണത നമുക്ക് തോന്നില്ല. His themes include despair, alienation, decline of Western culture, spiritual redemption, etc. ഫസ്റ്റ് വേൾഡ് വാറോട് കൂടി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാകുലതയുണ്ടായി, ഒരു ഒറ്റപ്പെടലുണ്ടായി. ഇതെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ പോയട്രിയിലൂടെ അദ്ദേഹം കാണിച്ചു തന്നു. ഡിക്ലൈൻ ഓഫ് വെസ്റ്റേൺ കൾച്ചർ, സ്പിരിച്വൽ റിഡംഷൻ, ഡെസ്പെയർ, ഏലിനേഷൻ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പോയട്രിയുടെയും ഒരു കോമൺ തീംസ് ആയിട്ട് നമുക്ക് കാണാം. And his major influence on 20th century poetry and literary criticism, he was awarded Nobel Prize in Literature in 1948. അദ്ദേഹത്തിന് 20th സെഞ്ചുറിയുടെ പോയട്രി ആൻഡ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകപ്പെട്ട, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായിട്ട് കരുതപ്പെടുന്ന ഒരു റൈറ്ററാണ് ടി എസ് എലിയറ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലിറ്റററി ക്രിട്ടിക്കൽ വർക്കാണ് ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു എസ്സേ. അദ്ദേഹത്തിന് 1948 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ലഭിക്കുകയുണ്ടായി. നമുക്കിനി പോയത്തിലേക്ക് പോകാം. ജേർണി ഓഫ് ദ മജായ്. അത് പബ്ലിഷ് ചെയ്ത് 1927 ഏരിയൽ പോയിംസ് എന്ന് പറയുന്ന ടി എസ് എലിയറ്റിന്റെ ഒരു കളക്ഷൻ ഓഫ് പോയിംസിന്റെ പാർട്ടായിട്ടാണ് ജേർണി ഓഫ് ദ മജായ് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു പോയിം പബ്ലിഷ് ചെയ്തതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ റിഡംഷൻ, വീണ്ടും തിരിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മതത്തിനോടുള്ള ഒരു ആഭിമുഖ്യം കുറഞ്ഞു വന്നു. ബട്ട് അറ്റ് ദ എൻഡ് 27 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ തിരിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരികെ വരണമെന്നും കൂടുതൽ മതത്തിലേക്ക് അടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയതാണ് ജേർണി ഓഫ് ദ മജൈ. ഇവിടെ മജൈ റെപ്രസെന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്പിരിച്വൽ ജേർണിയാണ്. When the speaker is one of the Magi
wise man from the east narrates their journey to see the newborn Christ. ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗ് രൂപത്തിലാണ് എഴുതപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പീക്കറുണ്ട്. അതുപോലെ തന്നെ ലിസണർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷണൽ ടോണിലാണ് ഈ പോയം എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഇതിൻ്റെ അകത്തെ സ്പീക്കർ ഒരു മജായിയാണ്. മജായി മീൻസ് എ സ്കോളർലി പേഴ്സൺ, എ വൈസ് മാൻ. ഓക്കെ, അദ്ദേഹം ഉണ്ണിയേശുവിനെ കാണാനായിട്ട് പോകുന്ന നമ്മുടെ മജായിയെയാണ് ഇവിടെ സ്പീക്കറായിട്ട് പറയുന്നത്. ഇതൊരു മാഗി എന്നൊന്നും വായിക്കരുത്, മജായി. Then themes were the spiritual transformation, represents the Magi's and Iliad's personal religious experience. മജായിയുടെ അല്ലെങ്കിൽ ആ വൈസ്മാന്റെ തോട്ടിലും റിലീജിയനിലും ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് ഫസ്റ്റ് തീം. ഇത് കോമൺ ആയിട്ടുള്ള തീമാണ് ഇതിൻ്റെ അകത്ത്. ദെൻ സഫറിങ് ആൻഡ് റിന്യൂവൽ, ഇതിൻ്റെ അകത്തൊരു വലിയ രീതിയിലുള്ള ഹാർഡ്ഷിപ്സ് നേടിക്കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പിലൂടെയാണ് ഈ മജായി സഞ്ചരിക്കുന്നത്, ഈ വൈസ്മെൻസ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വൽ റിഡംഷൻ നടക്കണമെങ്കിൽ ഒരു വ്യക്തി അവൻ്റെ സോളിനെ പ്യൂരിഫൈ ചെയ്യേണ്ടതുണ്ട്, ഇല്ലേ? ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ അവൻ പോകണം. ഒരു റീബർത്ത് ഇവിടെ പോയിറ്റിനും സംഭവിക്കുന്നുണ്ട്, നമ്മളുടെ മജായിക്കും സംഭവിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ആംബിഗിറ്റി ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഇവിടെ വരുമ്പോൾ ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ് സിഗ്നിഫൈസ് ബോത്ത് ദ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ ഇറ, ഇല്ലേ? BC, AC എന്നൊക്കെ നമ്മൾ ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ്. അന്നേരം യുഗങ്ങളെ തന്നെ രണ്ടായി തിരിച്ചവനാണ് ഉണ്ണിയേശു. അന്നേരം അവൻ പിറന്നതോടുകൂടി ഒരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്തു, ഒരു യുഗം എൻഡ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ഈ ബർത്ത് ഡെത്ത് ഇതിനൊക്കെ വലിയൊരു ആംബിഗിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ദെൻ ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഇമേജറി മീൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നമുക്കത് മനസ്സിൽ കാണാൻ പറ്റുന്നെങ്കിൽ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇമേജറി. ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ബ്ലീക്ക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അസുഖകരമായിട്ടുള്ള കോൾഡ് വിന്റർ ലാൻഡ്സ്കേപ്പിനെയൊക്കെ പറ്റി പറയുന്ന, സ്പിരിച്വൽ ഡിസൊല്യൂഷനെ പറ്റി പറയുന്ന, അവരുടെ കഠിനമായ അവസ്ഥകളെ പറ്റി പറയുന്ന, ഹാർഡ്ഷിപ്സിനെ പറ്റി പറയുന്ന ഒരുപാട് ഇമേജറീസ് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് അവനോടുള്ള ഒരു സ്കെപ്റ്റിസിസം, അതുപോലെ തന്നെ ദൈവത്തിനോടുള്ള റെവറൻസ്, ഇതിനെല്ലാം കാണിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോയത്തിനും അതിൻ്റെതായ ഒരു ടോൺ ഉണ്ട്. ടോൺ മീൻസ് ആ പോയത്തിൻ്റെ ഒരു അവസ്ഥ. ഓക്കെ, അതാണ് നമുക്ക് പറയുന്നത്. ദെൻ സിംബോളിസം, ജേർണി എന്ന് പറയുന്നത് സ്പിരിച്വൽ ക്വസ്റ്റ് തേടിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു ഡിവൈനിറ്റിയെ തേടിക്കൊണ്ട് സ്പിരിച്വൽ ക്വസ്റ്റ് നടത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് താളമൊന്നുമില്ല, ഫ്രീ വേഴ്സിൽ എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡ്രമാറ്റിക് മോണോലാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 43 ലൈൻസ് വരുന്ന ഒരു പോയമാണ് ഇത്. ഈ പോയത്തിനെ 3 സ്റ്റാൻസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കൂടുതൽ വരുന്നത് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ആണ്. ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ്, ദെൻ സ്പിരിച്വൽ അവേക്കനിങ് ഓഫ് ദ മജായി ആസ് വെൽ ആസ് ദ സ്പിരിച്വൽ അവേക്കനിങ് ഓഫ് ദ പോയറ്റ് ഹിംസെൽഫ്. ഇനി നമുക്ക് പോയം ഒന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 43 ലൈൻ പോയമാണ്. അതുപോലെ തന്നെ ഇതിനെ 3 സ്റ്റാൻസാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പോയം ഒന്ന് നോക്കാം. A cold coming we had of it, just the worst time of the year, for a journey and such a long journey, the ways deep and the weather sharp, the very dead of winter. A cold coming we had of it, ജസ്റ്റ് ദ വേഴ്സ്റ്റ് ടൈം ഓഫ് ദ ഇയർ. ഒരു കോൾഡ് കമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശൈത്യമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, അതിശൈത്യം. ജസ്റ്റ് ദ വേഴ്സ്റ്റ് ടൈം ഓഫ് ദ ഇയർ, ഈ വർഷത്തിലെ ഏറ്റവും മോശമായ കാലാവസ്ഥയാണ് ഈ അതിശൈത്യം അല്ലെങ്കിൽ ഈ ഒരു വിന്റർ സീസണിൽ ഉള്ളത്. ആ ഒരു വിന്റർ സീസണിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, യാത്ര പുറപ്പെടുന്നത്. ഫോർ എ ജേർണി, സച്ച് എ ലോങ് ജേർണി, ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര എന്താണ്, സച്ച് എ ലോങ് ജേർണി, വളരെയധികം നീണ്ട യാത്രയാണ്. ദ വേസ് ഡീപ്പ് ആൻഡ് ദ വെദർ ഷാർപ്പ്, ദ വെരി ഡെഡ് ഓഫ് വിന്റർ. ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം എങ്ങനെയാണ്, ഡീപ്പാണ്, അല്ലേ?
പോകുന്ന വഴി നിരപ്പായതോ അല്ലെങ്കിൽ സുഖകരമായതോ അല്ല. ആ പോകുന്ന വഴി വളരെയധികം ദുർഘടം പിടിച്ചതാണ്. പോകുന്നിടത്ത് കാലാവസ്ഥ എന്താണ്? അതിശൈത്യമേറിയതും ഞങ്ങളെ ഏറെ നോവിക്കുന്നതുമാണ്. വെതർ ഷാർപ്പാണ്. ദ വെരി ഡെഡ് ഓഫ് വിന്റർ. ഇനി ആ സീസൺ ആണ് പറയുന്നത്. ഇത് ഏത് കാലഘട്ടമാണ് അല്ലെങ്കിൽ ഇത് ഏത് സീസണാണ്? ഡെഡ് വിന്റർ സീസൺ ആണ്. എന്നുവെച്ചാൽ വളരെയധികം അതിശൈത്യം നിറഞ്ഞ വർഷത്തിലെ തന്നെ ഏറ്റവും മോശമായ കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. അന്നേരം മജായി നമ്മളോട് പറയാണ്, ഈ ഒരു അതിശൈത്യമേറിയ ഈ ഒരു കാലാവസ്ഥയിൽ, ഈ വർഷത്തിലെ ഏറ്റവും മോശമായ കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഒരു യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ്, ഇത് അതിദുർഘടം പിടിച്ച യാത്രയാണ്. വളരെയധികം ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പോകുന്ന വഴികൾ അത്ര സുഖകരമല്ല. സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ പിന്നിടേണ്ട കാലാവസ്ഥ അത്ര സുഖകരമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഡെഡ് ഓഫ് വിന്റർ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ലിറ്റററി ഡിവൈസസ് ഒന്ന് നോക്കാം. എങ്ങനെ നിങ്ങൾക്കാണ് ഒരു ലിറ്റററി ഡിവൈസസ് കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അന്നേരം എ കോൾഡ് കമ്മിങ് വി ഹാഡ് ഓഫ് ഇറ്റ് ജസ്റ്റ് ദ വേഴ്സ്റ്റ് ടൈം ഓഫ് ദ ഇയർ ഫോർ എ ജേർണി സച്ച് എ ലോങ് ജേർണി. കണ്ടോ, ഇതിൻ്റെ അകത്ത് കോൾഡ് കമ്മിങ് സൗണ്ട് വരുന്നുണ്ട്. ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കതിന് അലിട്രേഷൻ എന്ന് പറയാം. കോൾഡ് കമ്മിങ്. നിങ്ങളുടെ ഇതിൻ്റെ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ ഇതൊന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കോൾഡ് കമ്മിങ്, സോ ഇറ്റ് ഈസ് അലിറ്ററേഷൻ. ദെൻ ദ വേഴ്സ്റ്റ് ടൈം ഓഫ് ദ ഇയർ, ഒരു വർഷത്തിലെ ഏറ്റവും മോശമായ കാലാവസ്ഥയാണ്. ഇനി അടുത്ത് നോക്കി, ഫോർ ദ ജേർണി സച്ച് എ ലോങ് ജേർണി. പക്ഷെ ഇവിടെ ജേർണി വരുന്നുണ്ട്, ഇവിടെയും ജേർണി വരുന്നുണ്ട്. ഇതൊരിക്കലും അലിട്രേഷൻ അല്ല, മറിച്ച് ഒരേ വാക്കുകൾ ഒരേ ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് റെപ്പറ്റീഷൻ. എന്താണ് റെപ്പറ്റീഷൻ? ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റെഫ്രൈൻ അല്ല. റെഫ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വരി വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് റെഫ്രൈൻ. ഒരു ലൈനിൽ ഒരേ വാക്ക് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് റെപ്പറ്റീഷൻ. സോ ഹിയർ ഇൻ ദിസ് ലൈൻ ജേർണി ഈസ് റെപ്പറ്റീഷൻ. The ways deep, weather sharp. ഓക്കെ, ways deep, weather sharp എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകേണ്ട വഴി എന്താണ്? അധികം ആഴമുള്ളതും വെതർ ഭയങ്കരമായി ഷാർപ്പുള്ളതുമാണ്. മീൻസ് ഞങ്ങളെ അധികം നോവിക്കുന്നതുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചിന്തിക്കാം. ഒരു മനുഷ്യൻ അതിശൈത്യത്തിലൂടെ ഇങ്ങനെ വിറച്ച് വിറച്ച് ദുർഘടമായ പാതയിലൂടെ ഇങ്ങനെ പോകുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഇമേജറിയാണ് തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ തിങ്ക് ചെയ്യാൻ സാധിക്കും, അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ദ വെരി ഡെഡ് ഓഫ് വിന്റർ. ദ വെരി ഡെഡ് ഓഫ് വിന്റർ. ഡെഡ് ഓഫ് വിന്റർ എന്താണ്? ഈ ഡെഡ് ഓഫ് വിന്റർ നമുക്ക് ബർത്ത് ഡെത്ത് എന്നൊക്കെ പറയുന്ന ഹ്യൂമൻ ബീയിങ്സിന് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഡെത്ത് ബർത്ത് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അജീവന വസ്തുക്കൾക്കില്ല. വിന്റർ എന്ന് പറയുന്നത് ഒരു സീസണാണ്. ആ സീസണ് ഡെഡ് എന്ന് പറയുന്ന ഒരു കാര്യം അതിനെ അട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പെർസോണിഫിക്കേഷൻ. എന്താണ് പെർസോണിഫിക്കേഷൻ? പെർസോണിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അജീവനമായ ഒന്നിന് മനുഷ്യ പ്രധാനമായ എന്തെങ്കിലും ഗുണങ്ങൾ അതിന് അട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പെർസോണിഫിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ലൈനിലെയും ലിറ്റററി ഡിവൈസസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് ഇതൊന്ന് നോക്കാം ഒന്നുകൂടെ. അന്നേരം കോൾഡ് വിന്റർ സീസൺ ആണ്. ഈ ഇയറിലെ ഏറ്റവും വേഴ്സ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മജായിക്കറിയാം നമുക്ക് സഞ്ചരിക്കേണ്ട ദൂരം ഏറെയുണ്ട്. പക്ഷെ പോകേണ്ട പാത വളരെയധികം ദുർഘടവും കാലാവസ്ഥ അതിദുർഘടവുമാണ്. കാരണം നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം ഡെഡ് വിന്റർ സീസണിലാണ്. And the camels galled, sore-footed, refractory, lying down in the melting snow. അദ്ദേഹം പറയാണ്, ആൻഡ് ദ ക്യാമൽസ് ഗാൾഡ്, അവർ കൊണ്ടുപോകുന്ന ആ ഒരു ഒട്ടകങ്ങൾ അതെന്താണ്? ഗാൽഡ്, അത് മടിച്ച് മടിച്ച് നിൽക്കുകയാണ്. സോർ ഫൂട്ടഡ്, റിഫ്രാക്ടറി, കാരണം അവയ്ക്ക് അനങ്ങാൻ വയ്യ. അതിശൈത്യവും അത് പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള ആ കാറ്റും കാരണം അവയുടെ കാലുകളൊക്കെ വെടിച്ച് കീറിക്കഴിഞ്ഞിരിക്കുന്നു. സോ റിഫ്രാക്ടറി, അവ അനുസരണയില്ലാത്ത മൃഗങ്ങളെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. അവ ഞങ്ങളെ അനുസരിക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് അവ കേൾക്കുന്നില്ല. ലൈങ് ഡൗൺ ഇൻ ദ മെൽറ്റിംഗ് സ്നോ, ഞങ്ങൾ വിളിച്ചിട്ട് വരാതെ അത് ആ ഒരു തണുത്തുറഞ്ഞ പ്രതലത്തിൽ അതിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ആര് കേൾക്കുന്നില്ല? ഈ പറയുന്ന
ക്യാമൽസ് കേൾക്കുന്നില്ല. അവർ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് അന്നേരം എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. Then the next line, lying down the melting snow, there were times we regretted. ചില അവസരങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് തിരികെ പോകാൻ ഞങ്ങളുടെ മനസ്സ് ചില സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ഹാർഡ്ഷിപ്പിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇത് തുടർന്നു കൊണ്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. The summer palaces and slopes, the terraces and the silken girls bringing sherbet. ആ ഒരു വേളകളിൽ ഞങ്ങളുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിനെ കുറിച്ചും ഞങ്ങളുടെ കൊട്ടാരങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ആ, കൊട്ടാരങ്ങളിൽ വസിക്കുന്ന സ്വർണ്ണവർണ്ണമാർന്ന ആ ഒരു ഉടുപ്പ് പട്ട് ഉടുപ്പുകൾ ധരിച്ച പെൺകുട്ടികൾ അവർ ഞങ്ങൾക്ക് ചുറ്റും ജ്യൂസുകൾ ഷെർബത്ത് മീൻസ് ഡ്രിങ്കിങ് ജ്യൂസസ് ഒക്കെ ആ ഷെർബത്തുകൾ എന്ന് പറയുന്ന മനോഹരമായ വൈൻ പാത്രങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ചുറ്റും നടക്കുന്നതും അന്ന് ഈവനിങ്ങളിൽ ഇളം ചൂട് ഏറ്റുകൊണ്ട് ഞങ്ങളുടെ ടെറസുകളിൽ ഞങ്ങൾ അവർക്കൊപ്പം സമയം പങ്കിട്ടതുമൊക്കെ ഞങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ്. ആ ഒരു സമയം ഓർത്തപ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും തിരികെ പോകണമെന്നും ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചു. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സ്റ്റാൻസയിൽ വരുന്നത്. ഓക്കെ, അന്നേരം ഇവര് ഉണ്ണീഷുവിനെ കാണാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവര് ഡെഡ് ഓഫ് വിന്റർ ആണ്. ക്യാമൽസ് പോലും ഇവരെ അനുസരിക്കുന്നില്ല. അവ തളർന്ന് ആ സ്നോയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ചില സമയങ്ങളിൽ അന്നേരം നമ്മുടെ മജയ് പറയാം, ആ ഒരു നിമിഷമെല്ലാം എനിക്ക് തിരികെ പോകണമെന്നുള്ള ആഗ്രഹം തീവ്രമായി ഉണ്ടായി. എൻ്റെ സമ്മർ പാലസസും അവിടുത്തെ സിൽക്കൻ ഗേൾസും അവർ ഞങ്ങൾക്ക് തരുന്ന ഷർബത്ത് ആ ജ്യൂസും ഒക്കെ എൻ്റെ മനസ്സിലൂടെ അപ്പം പോയി. Then, then the camelmen cursing and grumbling and running away and wanting their liquor and women. ആ ഒരു സമയം ഞങ്ങളുടെ ഒട്ടകങ്ങളെ നയിച്ചിരുന്ന ക്യാമൽമെൻ അവർ ഞങ്ങളെ പ്രാകാൻ തുടങ്ങി. ആൻഡ് ദെൻ ഗ്രംബ്ലിംഗ് മീൻസ് അവർ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ വന്നു തുടങ്ങി. ആൻഡ് റണ്ണിങ് അവേ ആൻഡ് വാണ്ടിങ് ദർ ലിക്വർ ആൻഡ് വുമൺ. അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഭ്രാന്ത് പിടിച്ച ആൾക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാലൂസിനേഷൻ വന്നിട്ട് അവർ ഓടി നടക്കാൻ തുടങ്ങി. ദേ ആർ വാണ്ടിങ് ദർ ലിക്വർ ആൻഡ് വുമൺ. അവർക്ക് ആൽക്കഹോളും സ്ത്രീകളും വേണമെന്ന് അവർ പുലപിച്ചുകൊണ്ടേ ഇരുന്നു. ഓക്കെ, അന്നേരം ഇവർക്ക് നമ്മുടെ ഈ ഒരു മരുഭൂമിയിലൊക്കെ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മരിപ്പച്ച കാണുന്ന പോലെ തോന്നുന്നതും അവിടെ വെള്ളം കിടക്കുന്ന പോലെ എന്നൊക്കെ തോന്നുന്ന പോലെ ഒരു മൊമെന്റ് കഴിഞ്ഞപ്പം ഈ പറയുന്ന ക്യാമൽമെൻസിന്റെ മാനസികാവസ്ഥയും താളം തെറ്റി. അവർക്ക് ലിക്വർ വേണമെന്നും വിമൻ വേണമെന്നും അവർ ആവശ്യപ്പെടാൻ തുടങ്ങി. And the night fires glowing out, the lack of shelters, the cities hostile, towns unfriendly, and the villagers dirty and charging high prices. Hard time we had of it. അങ്ങനെ രാത്രിയായി. രാത്രി ആ ഒരു സമയം കിട്ടി. അവരുടെ നൈറ്റ് ഫയേഴ്സ് എല്ലാം കെട്ടുപോയി. അവർക്ക് ഷെൽട്ടേഴ്സ് ഒന്നും തന്നെ കിട്ടിയില്ല. അവർ അവർ ചെന്ന് കയറിയ സിറ്റികളിൽ അവരോട് അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവരോട് വളരെയധികം ഹൊസ്റ്റൈലായിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് അവർ പെരുമാറി. അതുപോലെയുള്ള അവിടുത്തെ ടൗൺ പീപ്പിൾസും അവരോട് അൺഫ്രണ്ട്ലി ആയിരുന്നു. അവർ ചെന്ന് കയറിയ വില്ലേജുകളെല്ലാം തന്നെ വളരെ വൃത്തിഹീനവും അവരിൽ നിന്ന് തീവ്രമായ പൈസ ഈടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പൈസ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഹാർഡ് ടൈം വി ഹാഡ് ഓഫ് ഇറ്റ്. ആ ഒരു കാലഘട്ടം ആ ഒരു സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം ദുർഘടമായ ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു സമയം അവർ അതിജീവിച്ചു എന്നാണ് അവർ പറയുന്നത്. At the end, we prefer to travel all night, sleeping in snatches. അങ്ങനെ അവരൊരു തീരുമാനമെടുത്തു. ഇനിയുള്ള യാത്ര മുഴുവൻ എന്താക്കാം? രാത്രിയിലാക്കാം. സ്ലീപ്പിംഗ് ഇൻ സ്നാച്ചസ്. എന്താണ് ഈ സ്ലീപ്പിംഗ് ഇൻ സ്നാച്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? Their restless sleep reflects the constant discomfort they endure. അവർ വളരെയധികം കുറച്ച് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് മാത്രമേ അവർ ഉറങ്ങിയുള്ളൂ. അവരുടെ ഡിസ്കംഫർട്ടും അവരുടെ ആ ഒരു പത്തറ്റിക് കണ്ടീഷനും ഒക്കെയാണ് ഈ ഒരു സ്നാച്ചസ് കൊണ്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് ഉറങ്ങി രാത്രി മുഴുവൻ ട്രാവൽ ചെയ്ത് അവരവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. With the voices singing in our ears saying that this was all folly. അന്നേരത്തേക്ക് ആ ഒരു സമയമെല്ലാം രാവിലെയും അവർ യാത്ര ചെയ്യാണ്, രാത്രിയും അവർ യാത്ര ചെയ്യാണ് എന്ന് വെച്ചാൽ അവർ നിർത്താതെ യാത്ര ചെയ്യാണ്. ഇടയ്ക്ക് എപ്പോഴോ തങ്ങിക്കൊണ്ട് അവർ ചെറിയൊരു മയക്കം അവർ നടത്തി. പിന്നെയും അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ചെവിയിൽ ഒരു ചെറിയ മുഴക്കം അവർ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു.
കാരണം നിങ്ങൾ ഈ കാണിക്കുന്നത് മണ്ടത്തരമാണ്, നിങ്ങൾ ഈ കാണിക്കുന്നത് ബുദ്ധിമോശമാണ് എന്നുള്ള കാര്യം അവരുടെ ചെവിയിലേക്ക് ആരോ പറയുന്ന പോലെ അവർക്ക് തോന്നി. So, this moment introduces their internal conflicts and spiritual questioning. അവരോട് തന്നെ ചോദിക്കണം, തിരിച്ചു പോണോ അതോ യാത്ര മുന്നോട്ട് തുടരണോ? Then at dawn we came down to the temperate valley, wet below the snow line, smelling of vegetation, with a running stream and a watermill beating the darkness, and three trees on the low sky, and an old white horse galloped away in the meadow. Then we came to a tavern with wine leaves over the lintel, six hands at an open door, dicing for pieces of silver, and feet kicking the empty wine skins. But there was no information, so we continued, and arrived at evening, not a moment too soon, finding the place, it was, you may say, satisfactory. So, then at dawn we came down to a temperate valley. So, അദ്ദേഹം പറയാണ്, അവര് ടെമ്പറേറ്റ് വാലി മീൻസ് കുറച്ചുകൂടെ ചൂടുള്ള, കുറച്ച് ഊഷ്മളമായ ഒരു താഴ്വാരത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിന്റെ മറ്റൊരു ഘട്ടം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് അത് അവർ പറയുന്നത്. ആൻഡ് ഹിയർ ബിലോ ദ സ്നോ ലൈൻ സ്മെല്ലിംഗ് ഓഫ് വെജിറ്റേഷൻ, അവർക്ക് അവിടെ കുറച്ച് ചൂടും കുറച്ച് പച്ചപ്പും ഒക്കെ അവർക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. വിത്ത് എ റണ്ണിങ് സ്ട്രീം ആൻഡ് വാട്ടർ മിൽ ബീറ്റിംഗ് ദ ഡാർക്ക്നെസ്, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ്സിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു റണ്ണിങ് മില്ലും അതുപോലെ തന്നെ ഒരു വാട്ടർ മില്ലും ഒരു ഏഹ്, ഒഴുകുന്ന അരുവിയും ഒക്കെ അവർക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പുതിയ തുടക്കം, അവർ ഇതുവരെ അനുഭവിച്ച ആ ഒരു ഹാർഡ്ഷിപ്പിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പുതിയൊരു തുടക്കമാണ് ഇവിടെ പോയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദ ത്രീ ട്രീസ് ഓൺ ദ ലോ സ്കൈ, എന്താണ് ഈ ത്രീ ട്രീസ് ഓൺ ദ ലോ സ്കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തായിട്ട് മൂന്ന് മരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അന്നേരം ഈ മൂന്ന് മരങ്ങളെയാണ് ഇവിടെ ത്രീ ട്രീസ് ഓൺ ദ ലോ സ്കൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്മുടെ TS Eliotന്റെ മിത്തോളജിക്കൽ അലൂഷൻ ഇവിടെ കൊണ്ടുവരികയാണ്, ബിബ്ലിക്കൽ ആൻഡ് മിത്തോളജിക്കൽ അലൂഷൻ കൊണ്ടുവരികയാണ്. സോ ദ റണ്ണിങ് റണ്ണിങ് സ്ട്രീം ആൻഡ് ദ വാട്ടർ മിൽ signify the life and movement, while the three trees are the subtle allusions to the crucifixion of Christ. So, this moment foreshadows the spiritual significance and transformation of a poet's own journey as well as the journey of the Magi. And an old white horse galloped away in the meadow. And an old horse. An old horse means ഒരു white horse എന്ന് പറയുന്നുണ്ട്. So here the white horse symbolizes freedom or the purity. And then we came to a tavern with the wine leaves over the lintel. So the tavern with the wine leaves recalls the biblical imagery of Eucharist. Eucharist. Eucharist means എന്താണ് ഈ പ്രാർത്ഥനയൊക്കെ ഏറ്റെടുത്ത് ചെല്ലുന്ന ആൾക്കാർ എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അന്നേരം അങ്ങനെയുള്ള ഒരു ടാവേണിന്റെ അടുത്തെത്തിയാണ്. അന്നേരം നേരത്തെ ഇവർ നോക്കിയപ്പോൾ ഇവരൊരു കുറച്ചുകൂടെ ഫാമർ ആയിട്ടുള്ള ഒരു വാലിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ കുറച്ച് പച്ചപ്പും ഒരു ഒഴുകുന്ന അരുവിയും അതൊരു ഒരു വാട്ടർ മില്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ പുതിയൊരു യുഗത്തിലേക്ക് എത്തി എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ടായി. ഇവർ നോക്കിയപ്പം പുതിയ മൂന്ന് പനകൾ അല്ലെങ്കിൽ മൂന്ന് വലിയ മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മൂന്ന് മരങ്ങൾ റെപ്രസെന്റ് ചെയ്ത് ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റിനെയാണ്. അതുപോലെ തന്നെ ഈ മരങ്ങൾക്കിടയിലൂടെ ഒരു ഓൾഡ് വൈറ്റ് ഹോഴ്സ് അതിങ്ങനെ ഗാലപ്പ് ചെയ്ത് അതിങ്ങനെ ഓടിപ്പോവുകയാണ്. അന്നേരം ഗാലപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോഴ്സ് പോകുന്ന ആ ഒരു രീതിയാണ് ഗാലപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഇതിൻ്റെ അകത്ത് ഓൾഡ് വൈറ്റ് ഹോഴ്സ് റെപ്രസെന്റ് ചെയ്ത ഫ്രീഡത്തിനെയാണ്. അന്നേരം അതുവരെ ഉണ്ടായിരുന്ന പൈശാചികമായ ശക്തിയിൽ നിന്നും പാഗനിസത്തിൽ നിന്നും റിലീജിയനിൽ പുതിയൊരു ഫ്രീഡം കൈവന്നിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾഡ് വൈറ്റ് ഹോഴ്സിനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരൊരു ടാവേണിലേക്ക് എത്തിച്ചേർന്നു. ഒരു ടാവേൺ മീൻസ് ഒരു സത്രം, ഒരു വൈൻശാല ഇങ്ങനെയൊക്കെ പറയാം. അവിടെ വൈൻ ലീസുകൾ കൊണ്ട് അതിങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. Six hands at an opening door dices for the pieces of silver. So, six hands at an opening door dicing for the pieces of silver, and a feet kicking the empty wine skin. So, here, six hands at an opening wine door.
That means the men gambling with the silver allude to Judas betrayal. നമ്മുടെ പീസസ് ഓഫ് സിൽവർ വരുമ്പോൾ എപ്പോഴും നമുക്ക് ജൂദാസിനെയാണ് ഓർമ്മ വരുന്നത് ഇല്ലേ? അതുപോലെ തന്നെ അവിടെ 6 കൈകൾ എന്ന് വെച്ചാൽ 3 ആൾക്കാർ അവിടെ ഇരുന്ന് ഗാംബ്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ചൂത് കളിക്കുന്നുണ്ടായിരുന്നു. അവര് വെള്ളിക്കാശ് വെച്ചിട്ടായിരുന്നു ചൂത് കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇവിടെ അല്യൂഷൻ വരുന്നത് നമ്മുടെ ജൂദാസിന്റെ ആ ഒരു ഡിസീറ്റ്ഫുൾ മൈൻഡ് അല്ലെങ്കിൽ ആ ഡിസീറ്റ്ഫുൾ ആക്ഷൻ ആണ് ഇവിടേക്ക് എന്ത് വരുന്നത്, അല്യൂഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഫീറ്റ് കിക്കിംഗ് ദ empty wine. That means while the empty wineskins suggest, this empty wineskin suggests the spiritual emptiness of the people. നമ്മളിപ്പോൾ പറയത്തില്ലേ, കള്ളു കുടിക്കുകയും അതുപോലെ തന്നെ ചീട്ട് കളിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നല്ല പറയുന്നത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിന് വിരുദ്ധമാണെന്ന് പറയും ഇല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പിരിച്വൽ എംപ്റ്റിനെസ് അവർ നേരിടുന്നു എന്ന് പറയും. അന്നേരം അവർ ചെന്ന് കയറിയ ആ ഒരു ടാവേണില് അവർ കണ്ടത് 3 ആൾക്കാരിരുന്ന് അവിടെ എന്തെയാണ് വെള്ളിക്കാശ് വെച്ചിട്ട് അവർ ചൂത് കളിക്കുകയാണ് ചെയ്തത്. അന്നേരം ഇവർ കാലുകൾ വെച്ച് ഇങ്ങനെ താളം പിടിച്ചും എടുത്തും ചൂത് കളിക്കുന്ന കണ്ടപ്പോൾ ഇവർക്ക് എന്തില്ലെന്ന് തോന്നി? സ്പിരിച്വാലിറ്റി ഇല്ല. സോ ദേ ഹാവ് സം കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ എംപ്റ്റിനെസ്. അന്നേരം this reinforces the theme of a spiritual decay and a materialism. അന്നേരം ഈ ഒരു ടാവോണും ഈ ഒരു എന്താ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഗാംബ്ലിങ്ങും അവരുടെ സ്പിരിച്വൽ ഡീക്കേ ഒക്കെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഡീക്കേ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോഴും ജനങ്ങള് അവരുടെ സുഖലോലുപത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. But there was no information, and so we continued and arrived at evening. Not a moment too soon, finding the place. It was, you may say, satisfactory. So, but there was no information, so we continued. അന്നേരം അവിടെ ഇന്ന് അവർക്ക് പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടിയില്ല. സോ despite their search in the tavern, the Magi find no guidance. So they just continue their journey. The lack of information signifies their spiritual confusion, but the urgency pushed them forwards. അന്നേരം ബട്ട് ദർ വാസ് നോ ഇൻഫർമേഷൻ. ഈ ഒരു ടാവേണിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ യാത്ര തുടർന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവർക്ക് എന്തോ ഒരു കാര്യം കിട്ടി. കാരണം അവർക്ക് എത്തിച്ചേരേണ്ടത് അവരുടെ ആവശ്യകതയായോണ്ട് അവർ അവിടുന്ന് യാത്ര തുടരുകയും അവർ അവിടുന്ന് ഒരു സാറ്റിസ്ഫാക്ടറി പ്ലേസ്, അവർക്ക് എന്തോ ഒരു കാര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേർന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥലത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. All this was long time ago, I remember, and I would do it again. But sit down, this where we led all that way for birth or death. There was a birth, certainly. We had evidence and no doubt. അന്നേരം ഇവിടേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കാണുന്നത് all this was a long time ago, I remember. അന്നേരം നമ്മളോട് മജായി സംസാരിക്കുകയാണ് അല്ലേ? അന്നേരം മജായി പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളോട് ഈ പറയുന്ന കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ് കേട്ടോ. ഇന്നും ഇന്നലെയോ സംഭവിച്ച കാര്യമല്ല, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ആൻഡ് ഐ വുഡ് ഡു ഇറ്റ് അഗെയിൻ. പക്ഷേ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇനിയും ഒരു വട്ടം കൂടി അതേ യാതനകളും അതേ പീഡനവും സഹിച്ച് യാത്ര പോകാൻ എൻ്റെ മനസ്സ് സജ്ജമാകുന്നു. ബട്ട് സെറ്റ് ഡൗൺ ദിസ് വേർ വി ലെഡ് ഓൾ ദ വേ ഫോർ ബർത്ത് ഓർ ഡെത്ത്. അന്നേരം here the line introduces the notion of a spiritual transformation and acceptance of hardships. അല്ലേ? ആ ഒരു അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരുപാട് യാതന സഹിച്ചിട്ടാണ് അവിടെ പോയി ചേർന്നത്, പക്ഷെ ഇനിയും അങ്ങനെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു യാതന സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. So there were all that way for birth or death. Here the speaker questions the purpose of their journey, wondering if it was for birth or death, but acknowledges the certainty of the birth. And here he introduces the paradox of the life of death in the Christ birth. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ ചെന്ന് യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ഫേസ് അവിടെ എൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെ ഉള്ളിൽ കുറേ ദുരാചാരങ്ങളും കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള എൻ്റെ വിശ്വാസക്കുറവും അവിടെ ഇല്ലാതാകുകയും എനിക്ക് ക്രിസ്ത്യാനിറ്റിയിലുള്ള എൻ്റെ വിശ്വാസം മൂർച്ഛിക്കുകയുമാണ് ഉണ്ടായത്.
സോ പുതിയൊരു മനുഷ്യനായി ഞാൻ മാറുകയായിരുന്നു. എന്റെ ഡെത്ത് അവിടെ സംഭവിച്ചു, ഒരു ബർത്ത് അവിടെ സംഭവിച്ചു. ദർ വാസ് എ ബർത്ത് സർട്ടൻലി. തീർച്ചയായും അവിടെ നടന്നത് ഒരു ജനനം തന്നെയാണ്. എന്റെ തന്നെ രണ്ടാമത്തെ ജനനം, അല്ലെങ്കിൽ പോയിന്റിന്റെ രണ്ടാമത്തെ ജനനം. അത് ഉണ്ണിയേശുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാം പുതുജനനം എന്നാണ് അദ്ദേഹം പറയുന്നത്. വി ഹാവ് എവിഡൻസ്, നോ ഡൗട്ട്. നിങ്ങൾ ചോദിക്കും അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന്. ഉണ്ട്, തെളിവുണ്ട്. നിസ്സംശയം എനിക്ക് പറയാം. ഐ ഹാഡ് സീൻ ബർത്ത് ആൻഡ് ഡെത്ത്, ബട്ട് ദാറ്റ് ഹാഡ് തോട്ട് they were different. This birth was hard and bitter agony for us, like death, our death. I had seen birth and death. ഞാൻ ഒരുപാട് ജനനവും ഒരുപാട് മരണവും കണ്ടിട്ടുണ്ട്. But they had thought that they were different. But had thought they were different. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മരണവും ജനനവും വ്യത്യസ്തമല്ലേന്ന്. This birth was hard and bitter agony for us. പക്ഷേ എല്ലാ ജനനവും ഈസി ആയിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെയായിരുന്നു ഇതും. എൻ്റെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബർത്ത്, എൻ്റെ ഒരു പുതിയ യുഗം അല്ലെങ്കിൽ എൻ്റെ പുതിയ ജനനം എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ്ഷിപ്പോട് കൂടിയതുള്ളായിരുന്നു. എൻ്റെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ വളരെയധികം ബിറ്റർ ആയിരുന്നു, വളരെയധികം ആഗണി നിറഞ്ഞതായിരുന്നു. ലൈക്ക് ഡെത്ത്, അവർ ഡെത്ത്. നമ്മുടെ മരണം നമുക്ക് എത്രമാത്രം ആഗണി നിറഞ്ഞതാണോ, എത്രമാത്രം ഹാർഡ്ഷിപ്പ് നിറഞ്ഞതാണോ, അത്രമാത്രം ഹാർഡ്ഷിപ്പും ആഗണിയും നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഈ ബർത്ത് എന്ന് പറയുന്നത്. എൻ്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലെ എൻ്റെ രണ്ടാമത്തെ ബർത്ത് എന്ന് പറയുന്നത്. So he says, we turn to our places, these kingdoms, but no longer as it is here in our old dispensation. With an alien people clutching their goats, I should be glad for another death. So, അങ്ങനെ ഉണ്ണിയേശുവിനെ കണ്ട് ഒരു പുതിയ ജനനം കൈവന്ന്, പുതിയൊരു സ്പിരിച്വാലിറ്റി കൈവന്ന് തിരികെ ഞങ്ങൾ എത്തുമ്പോൾ, ഞങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ, ബട്ട് നോ ലോങ്ങർ അറ്റ് ഈസിയർ, ഞങ്ങൾക്ക് അവിടെ ജീവിതം സുഖകരമായിരുന്നില്ല. ഞങ്ങൾ ചിന്തിച്ച പോലെ ഞങ്ങളുടെ ഒരു ജീവിതം അവിടെ സുഖകരമായിരുന്നു. ഇൻ ദ ഓൾഡ് പ്രീ ഡിസ്പെൻസേഷൻ. ചിലപ്പോൾ ഞങ്ങൾ ഈ 3 രാജാക്കന്മാരായിരിക്കാം, 3 പണ്ഡിതന്മാരായിരിക്കാം. ഞങ്ങളുടെ ജീവിതം നേരത്തെ ഉണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കത് സുഖകരമായി തോന്നുന്നില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ ആൽക്കഹോൾ വിളമ്പുന്നുണ്ട്. ചുറ്റും പരിചാരകരായ സുന്ദരിമാരായ ആൾക്കാർ പട്ടുടയാടകൾ ധരിച്ച് ഷർബത്ത് ഞങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ്? ദേ ആർ ഏലിയൻ പീപ്പിൾ വിത്ത് ആൻ ഏലിയൻ പീപ്പിൾ ക്ലച്ചിങ് ദിയർ ഗോഡ്സ്. അവരിപ്പോഴും അവരുടെ പാഗൻ ഗോഡ്സിനെ, അവരുടെ കരിങ്കൽ ദൈവങ്ങളെയും വളരെയധികം പ്രാചീനമായ ഗോഡ്സിനെയുമാണ് അവർ ആരാധിക്കുന്നത്. അവർ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. സോ ഞങ്ങൾ അവരെ കാണുന്നത് എന്തായിട്ടാണ്? വളരെയധികം ഏലിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. സോ ഐ ഷുഡ് ബി ഗ്ലാഡ് ഫോർ അനദർ ഡെത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് മറ്റൊരു മരണവും കൂടി സംഭവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഉള്ള ഒരു പുനർജനനം, അല്ലെങ്കിൽ അവർക്ക് മതപരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവർക്കും കൂടി വന്നിരുന്നെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു പുതുജനനം പോലെ എൻ്റെ ജനങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇവിടെ മജൈ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ മജയിൽ മാത്രമല്ല ഉണ്ടായത്, നമ്മളുടെ പോയിന്റിലും കൂടിയാണ്. അന്നേരത്തേക്ക് ഇതിന്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ, ഇവരുടെ 3 വൈസ്മെൻ അവര് ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ് കാണാനായിട്ട് പോവുകയാണ്. അവർ പോകുന്ന വഴി ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ക്യാമൽസ് അവരെ ടോളറേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ ക്യാമൽമാൻ അവരെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അന്നേരത്തേക്ക് ഇവർ വന്ന സ്ഥലത്തിനെ ഓർത്ത് ഇവർ റിഗ്രറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് പലപ്പോഴും തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്. അവരുടെ പിണ്ടത്തിൽ അവർക്ക് കിട്ടിയിരുന്ന ആ ഒരു വൈൻശാലകളും അവരുടെ സർബത്തുകളും അതുപോലെ തന്നെ അവിടുത്തെ തരുണീമണികളും ഇവരെ തിരികെ വിളിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി. അതുപോലെ തന്നെ ഇവരുടെ ക്യാമൽമാൻ ഇവരെ അനുസരിക്കാതിരിക്കുകയും ഇവരെ കേസ് ചെയ്യുകയും ഇവരോട് ലിക്വറും വിമണും ആവശ്യപ്പെടുകയും ചെയ്തു. രാത്രിയായി, വിളക്കുകൾ അണഞ്ഞപ്പോൾ ഇവർ ചെന്ന സിറ്റികളൊന്നും തന്നെ ഇവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ഇവർ ചെന്ന് കയറിയ ടൗണും ഇവരോട് അൺഫ്രണ്ട്ലി ആയിട്ട് കാണിച്ചു. ഇവർ ചെന്ന് കയറിയ വില്ലേജസും വളരെയധികം വൃത്തിഹീനമായിട്ടും ഇവരിൽ നിന്ന് ഹൈ പ്രൈസസ് ഈടാക്കുന്നതായിട്ടും ഇവർക്ക് തോന്നി. അത് ആ ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ച് വളരെയധികം ഹാർഡ്ഷിപ്പ് നിറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും അവർ ഇതെല്ലാം കൊണ്ട് തന്നെ യാത്ര തുടർന്നു.
പലപ്പോഴും കുറച്ച് മാത്രം ഉറങ്ങി എപ്പോഴും യാത്ര കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ആ ഒരു സമയത്ത് ഇവർ ചെയ്യുന്നത് വളരെ ഫോളി ആയിട്ടുള്ള കാര്യമാണെന്ന് പലപ്പോഴും ഒരു മന്ത്രമെന്ന രീതിയിൽ ഇവരോട് ആരോ പറയുന്നതായിട്ട് ഇവർക്ക് തോന്നി. ലേറ്റർ ഇവർ ഒരു ചെറിയ വാംതുള്ള ഒരു വാലിയിലേക്ക് ചെന്ന് കയറി. അവിടെ ചെറിയൊരു വെജിറ്റേഷൻ, ഒരു പച്ചപ്പും അതുപോലെ തന്നെ ഒഴുകുന്ന അരുവിയും ഒരു വാട്ടർ മില്ലും ഒക്കെ ഉണ്ടായിരുന്നു. മൂന്ന് മരങ്ങൾക്കിടയിലൂടെ ഒരു വൈറ്റ് ഹോഴ്സ് ഗാലപ്പ് ചെയ്തു പോകുന്നത് ഇവർ അവിടെ കണ്ടു. അതിന്റെ ഇടയിലുള്ള വൈൻ ലീവ്സുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ടാവേണിലേക്ക് ഇവർ അവിടെ ചെന്നപ്പോ അവിടെ മൂന്ന് പേരിരുന്ന് ഗാംബ്ലിംഗ് ചെയ്യുന്നത് കണ്ടു. വെള്ളി നാണയങ്ങൾ വെച്ച് കളിക്കുന്ന ആ ഒരു ഗ്രാംബ്ലിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ നിന്നില്ലാത്ത ആ യാത്ര അവസാനിച്ചത് കുറച്ച് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഒരിടത്തായിരുന്നു. പിന്നീട് നമ്മളോട് മജൈ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഈ കാര്യം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്നിരുന്നാലും ഇപ്പോഴും തിരിച്ച് ആ യാത്ര ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് സംഭവിച്ചു തന്നത് ബർത്ത് ആണോ ഡെത്ത് ആണോ എനിക്ക് തീർച്ചയില്ല. ഉറപ്പായിട്ടും എനിക്കിന്ന് സംഭവിച്ചത് ഒരു ജനനം തന്നെയാണ്. എനിക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം എനിക്ക് നിസ്സംശയം അത് പറയാം. എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബർത്ത് ഉണ്ടായി, അതുപോലെ തന്നെ ഒരു ഡെത്തും ഉണ്ടായി. ബർത്തും ഡെത്തും രണ്ടും രണ്ടാണ്. ബർത്ത് എത്രമാത്രം നിങ്ങൾക്കറിയാമോ? ബർത്ത് എന്ന് പറയുന്നത് എത്രമാത്രം ഹാർഡ് ആയിട്ടുള്ളതും ബിറ്റർ ആയിട്ടുള്ളതും ആഗ്നി നിറഞ്ഞതുമാണെന്ന്. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡെത്ത് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം ഡെത്ത് എന്ന് പറയുന്നത് വളരെയധികം ഹാർഡ്ഷിപ്പും ബിറ്ററും ആഗ്നിയും നിറഞ്ഞതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനായ ബർത്തിലും ഞാൻ ഇതെല്ലാം അനുഭവിച്ചു. ഞങ്ങളിപ്പോ തിരിച്ചെന്റെ പ്ലേസസിലേക്ക് കിങ്ഡത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എൻ്റെ ആ ഒരു പഴയകാല ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. കാരണം എനിക്ക് സ്പിരിച്വലി ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വന്ന് സംഭവിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും എൻ്റെ ചുറ്റുമുള്ള ജനതയ്ക്ക് അതൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അവരിപ്പോഴും പാഗൻ ഗോഡ്സിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു മരണം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇതിൻ്റെ അകത്ത് ജേണി തന്നെ ഒരു സിമ്പിളാണ്. അന്നേരം ജേണി, കോൾഡ് വെതർ, ഹൊസ്റ്റൈൽ സിറ്റീസ്, വൈൻ യാർഡ്സ് ആൻഡ് ടവേൺസ്, ത്രീ ട്രീസ്, വൈറ്റ് ഹോഴ്സ്, ബർത്ത് ആൻഡ് ഡെത്ത്, ഇതെല്ലാം ഇതിൻ്റെ അകത്തെ സിമ്പിൾസുകളാണ്. ഓക്കെ. അന്നേരം സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ജേർണി സിമ്പിൾ ആകുന്നത് ഇതിൻ്റെ അകത്ത് ജേർണി എന്ന് പറയുന്നത് ഇറ്റ് സിംപ്ലൈസസ് ദ സ്പിരിച്വൽ ക്വസ്റ്റ് ഫോർ ഓർ പിൽഗ്രിമേജ്. ഇറ്റ് റിഫ്ലക്റ്റിംഗ് ദി ഡിഫിക്കൽട്ടി ഓഫ് ഫെയ്ത്ത് ആൻഡ് സ്ട്രഗിൾ ഫോർ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്. ഒരു വ്യക്തിക്ക് പിൽഗ്രിമേജ് ചെയ്യാനുള്ള ആഗ്രഹം, അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അയാളുടെ വിശ്വാസം, ഇതെല്ലാമാണ് ജേർണി കൊണ്ട് സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ കോൾഡ് വെതർ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെന്റ്സ് ദ സ്പിരിച്വൽ ഡെസലേഷൻ, ഹാർഡ്ഷിപ്പ്, സഫറിങ്, ഇതെല്ലാമാണ് കോൾഡ് വെതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒറ്റപ്പെടല്, ബുദ്ധിമുട്ട്, സഫറിങ്, അയാളുടെ ഹാർഷ് റിയാലിറ്റീസ്, അയാൾക്ക് വിശ്വാസത്തിൽ നിന്നുള്ള അകൽച്ച, ഇതെല്ലാമാണ് കോൾഡ് വെതർ അല്ലെങ്കിൽ വിന്റർ സീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹൊസ്റ്റൈൽ സിറ്റീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൗൺസ് അൺഫ്രണ്ട്ലി, ഹൊസ്റ്റൈൽ സിറ്റീസ്, ഇതെല്ലാം കാണിക്കുന്നത് അവരനുഭവിച്ച സോഷ്യൽ റിജക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ. കാരണം ഇവർ ചെന്ന് ഇവർ പലപ്പോഴും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലേ പ്രവാചകന്മാര്, അവർ പലപ്പോഴും ജനങ്ങളോട് സംവദിച്ചപ്പോ ജനങ്ങളെല്ലാം അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ ഇവരെയും അവിടെയുള്ള ടൗണിലുള്ളയും വില്ലേജിലുള്ളയും സിറ്റിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? ഒറ്റപ്പെടുത്തി. Then vineyards and taverns, it represents the earthly pleasures and distractions contrasting with the spiritual quest on Magi Aron. അന്നേരം ഇതെന്ന് പറയുന്നത് ജനങ്ങൾ അവരവരുടെ പ്ലഷേഴ്സിലൂടെയും അവർ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറി വ്യതിചലിച്ച് നടക്കുന്നതും അവരുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുമാണ് ഈ വൈൻയാർഡ്, മുല്ലവള്ളികളും അതുപോലെ തന്നെ ഈ വൈൻശാലകളിലൂടെയും കാണിക്കുന്നത്. ത്രീ ട്രീസ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് റെപ്രസെന്റ്സ് ദ ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് സിംപ്ലൈസിങ് ദ കണക്ഷൻ ബിറ്റ്വീൻ ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഇവൻച്വൽ ഡെത്ത്. അതുപോലെ തന്നെ ക്രൈസ്റ്റിന്റെ ബർത്തുമായിട്ട് ഈ ത്രീ ട്രീസിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്റ്റിന്റെ ഡെത്തിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ അരികിലായി മൂന്ന് മരങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്മൾ പറയുന്നുണ്ടല്ലോ എന്താണ് വൈറ്റ് ഹോഴ്സ് റെപ്രസെന്റ്സ് ഫ്രീഡം. അതുപോലെ തന്നെ ഈ ലോകം അവസാനിപ്പിക്കുന്ന നാളിൽ അല്ലെങ്കിൽ അന്ത്യ ദിവസങ്ങളിൽ യേശുദേവൻ വരുന്നത്
ഒരു വെള്ള കുതിരപ്പുറത്താണെന്നുള്ള ഒരു അലൂഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് ഹോഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ന്യൂ ഇറ ആൻഡ് ദ എൻഡ് ഓഫ് ദ ഓൾഡ് ഓർഡർ. അതാണ് വൈറ്റ് ഹോഴ്സ്. അതുപോലെ തന്നെ ഫ്രീഡം, ഇതൊക്കെ ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Birth and death, the poem uses paradox of a birth of the Christ and death of the Magi's old way of life. സോ ഇതാണ് നമ്മുടെ സ്പിരിച്വൽ റീബർത്ത്. ഇവിടെ ബർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ ജനനവും അതുപോലെ തന്നെ നമ്മുടെ മജായിയുടെ ഓൾഡ് വേ ഓഫ് ലൈഫിൻ്റെ ഡെത്തും അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലെ പുതിയ ജനനവുമാണ് കാണിക്കുന്നത്. ദെൻ തീംസ് വരുന്നത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ തീമായിട്ട് വരുന്നുണ്ട്. മജയുടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനും അതുപോലെ ടി.എസ്. എലിയറ്റിന്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ സാധിക്കും. ബർത്ത് ആൻഡ് ഡെത്ത്, ക്രൈസ്റ്റിന്റെ ബർത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുതിയൊരു വേൾഡ് ഓർഡർ ഉണ്ടായി, അതുപോലെ ഒരു ന്യൂ സ്പിരിച്വൽ ലീഡർ നമുക്ക് വന്നു. അതുപോലെ ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെത്ത് ഓഫ് ദ പാഗൻ ഇറ, അതുപോലെ ഡെത്ത് ഓഫ് ദ മജൈസ് ഡൗട്ട്ഫുൾ ബിലീഫ്സ്, മജയുടെ ആ ഒരു പ്രീവിയസ് ബിലീഫിന്റെ ഡെത്ത്, അതുപോലെ തന്നെ റീബർത്ത് ഓഫ് ദ ഫെയ്ത്ത്. ദെൻ സഫറിങ് ആൻഡ് ഹാർഡ്ഷിപ്സ്, അത് നമുക്കറിയാം, നമുക്കൊരു മോക്ഷ അല്ലെങ്കിൽ മോക്ഷ കർമ്മ ഇതൊക്കെ അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകണം, ഇല്ലേ? ഒരുപാട് ട്രയൽസ്, ഒരുപാട് ഡിസ്കംഫർട്ട് സ്പിരിച്വൽ ജേർണിയിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ സഫറിങ് ആൻഡ് ഹാർഡ്ഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ദെൻ ഡൗട്ട് ആൻഡ് അൺസർട്ടനിറ്റി, ഈ ഒരു പോയത്തിൽ മുഴുവനും പലപ്പോഴും നമ്മുടെ പോയിറ്റ് ആംബിഗിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞു ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച അവസരത്തിൽ ഇവർക്ക് തിരികെ പോകണമെന്നും അവരുടെ കൊട്ടാരത്തിലെ ശീതളമയിൽ അവർക്ക് വീണ്ടും ജീവിക്കണമെന്ന് തോന്നി. അതുപോലെ തന്നെ ആണ് നമ്മുടെ ക്യാമൽ മെന്ന് റൈഡ് ചെയ്തപ്പോൾ അവർക്ക് ലിക്കറും വിമനും വേണമെന്ന് പറഞ്ഞ് അവർ ഹാലുസിനേഷൻ വന്ന് ഇറങ്ങിപ്പോയതും ഒക്കെ ഇവർ പറയുന്ന ഈ ഒരു അവസരത്തിൽ ഇവർക്ക് തന്നെ തോന്നുകയാണ് ഇവർക്ക് ജേർണി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. സോ അതാണ് ഇവിടെ ഡൗട്ടും അൺസർട്ടനിറ്റി ആയിട്ട് പറയുന്നത്. സോ ദ മജൈ ആർ അൺഷ്യൂർ ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാട്ട് ദേ വിറ്റ്നസ്, റിഫ്ലക്റ്റിംഗ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് അൺനോൺ. താങ്കൾ കണ്ടതാണോ ശരി, താങ്കൾ വിശ്വസിക്കുന്നതാണോ ശരി എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.